അപ്പം നല്ല ചക്ക വയസ്സാണ് കേട്ടോ. ഞാനിവിടെ ഇച്ചിരി കടുകുമാങ്ങ കൂട്ടിയാണ് കഴിക്കുന്നത്. അല്ല, കണ്ണിമാങ്ങ കൂട്ടി, ഇങ്ങനത്തെ കണ്ണിമാങ്ങ കൂട്ടി ഇച്ചിരി ചക്ക വയസ്സ് കഴിക്കും കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. ഇനിയിപ്പം ഈ ചക്കയിൻ്റെ അകത്ത് കിടന്ന ഐസ് പോകട്ടെ. നമ്മൾ ഫ്രോസൺ എടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഐസ് പോയാലും നമുക്ക് വേവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഇച്ചിരി സമയത്തിൻ്റെ അകത്ത്, ഒത്തിരി സമയമൊന്നും വിടണ്ട, കുറച്ച് സമയത്തിൻ്റെ അകത്തിരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഐസ് പോയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളത്തിൽ നിന്ന് നമുക്കിതിനെ വാരിയെടുക്കാം. നമ്മളൊരിക്കലും ചക്ക വേവിക്കുമ്പോൾ ഇങ്ങനെ ചക്ക കഴുകാറില്ല കേട്ടോ. നമ്മൾ ഫ്രഷ് ചക്ക എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചക്ക കഴുകി നമ്മൾ വേവിക്കാറില്ലല്ലോ. ഇത് പക്ഷേ ഫ്രോസൺ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് വെള്ളത്തിൽ, പിന്നെ നമുക്ക് ഇങ്ങനെ കിട്ടി വന്നതല്ലേ, അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ ആരൊക്കെ കൈകാര്യം ചെയ്തതാണ്, അവരെങ്ങനെയാണ് ബ്രാക്ക് ചെയ്തതെന്നൊക്കെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തത്. നമുക്ക് തീയ വയ്ക്കാം. ഞാനിവിടെ ചക്ക തീയ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ചക്കയ്ക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. വളരെ കുറച്ച് ചക്കയല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ആവി കയറാൻ മാത്രം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഉള്ളി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക്, കാന്താരി, പച്ചക്കാന്താരി, ഞാനിവിടെ ഉണക്ക കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, കുരുമുളക്, അതുപോലെ തന്നെ തേങ്ങ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് വളരെ കുറച്ച് ചക്കയല്ലേ ഉള്ളൂ, അപ്പം കുറച്ച് അരപ്പ് മതിയല്ലോ. അപ്പം നമുക്ക് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞ് കിട്ടണ്ടാവും കേട്ടോ. ആദ്യം ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇട്ടാൽ മതി. ഈ തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് ഒത്തിരി അരയ്ക്കാനൊന്നുമില്ല, കുറച്ച് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചങ്ങ് അരയ്ക്കും. അരഞ്ഞ് കിട്ടിന് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 1 ടീസ്പൂൺ വെള്ളമുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് കുഴയാൻ വേണ്ടി മാത്രം, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ചക്കയ്ക്ക് ആവി വന്നു. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മഞ്ഞളാണ് അരയ്ക്കുന്നതെങ്കിൽ നമ്മൾ മഞ്ഞളിട്ടങ്ങ് അരച്ചാൽ മതി കേട്ടോ. അതിപ്പോൾ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അരയ്ക്കുമ്പോഴാണെങ്കിലും നമുക്ക് അരയ്ക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. അങ്ങോട്ട് ആവി കയറാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കരിവേപ്പില അരച്ചാണെങ്കിലും നമുക്ക് ചേർക്കാൻ കേട്ടോ. ഞാൻ ഇന്ന് അരച്ചില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ അങ്ങ് വെച്ചെന്നുള്ളൂ. നമുക്കൊരു ആവി കയറ്റാൻ വേണ്ടി നമുക്കൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഇതുപോലെ നമ്മൾ കരിവേപ്പില അങ്ങ് മൂടി വയ്ക്കാം. അരയ്ക്കുവാണെങ്കിൽ ആ കരിവേപ്പിലയുടെ രുചിയും കൂടെ കിട്ടും കേട്ടോ. ഇന്ന് ഞാൻ കരിവേപ്പില അരയ്ക്കാൻ മറന്നു പോയതാണ്. ഇത് നമ്മൾ അരപ്പിട്ട് കഴിഞ്ഞിട്ടും നമ്മുടെ കരിവേപ്പിലയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആവി കയറി. ഇനി നമുക്കിത് ഇളക്കി നമുക്ക് ചക്കപ്പുഴുക്കാക്കിയെടുക്കാം. ചക്ക നന്നായിട്ട് നമ്മൾ ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, ഞാൻ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പം നല്ല അടിപൊളി ചക്ക വേവിച്ച് ഇവിടെ റെഡിയായി കേട്ടോ. നിങ്ങളിങ്ങനെ ഫ്രോസൺ ചക്ക വാങ്ങിച്ച് ഉണ്ടാക്കാറുണ്ടോ? നമ്മുടെ ചക്ക വേവിച്ച് ഇവിടെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, ഞാൻ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഫ്രോസൺ ആണെങ്കിലും ഉണ്ടല്ലോ, ഈ ചക്ക വേവിച്ചത് നല്ല രുചിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ഇച്ചിരി കണ്ണിമാങ്ങ കൂട്ടി ചക്ക വേവിച്ച് കഴിക്കുക.